മലപ്പുറത്തെ യുവജനോത്സവത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ കായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും പല കലാപരിപാടികളും കഴിഞ്ഞയാഴ്ച നടന്നു. അതിൽ ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യൻ ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഞങ്ങള് മന്ത്രിസഭയെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഉമ്മച്ചൻ സാറിന്റെ ചാക്യാർ കൂത്ത് കഴിഞ്ഞപ്പോ കാണികളായിട്ടിരുന്ന സർക്കാർ ജീവനക്കാർ പിരിഞ്ഞുപോയി. അല്ല, അങ്ങനെയാണെങ്കിൽ ചാണ്ടി സാറിന്റെ ഈ പിരിച്ചുവിടൽ ടാലന്റ് പരിഗണിച്ച് ഒരു ചാക്യാർ കൂത്ത് അങ്ങ് തമിഴ്നാട്ടിലും അവതരിപ്പിക്കാൻ റിക്വസ്റ്റ് ചെയ്താലോ? അല്ല, അവിടെയും ഇപ്പൊ സിനിമാ സമരം നടക്കുവാണല്ലോ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. Here comes super hit songs only on Club FM. Ton കണക്കിന് fun. It happens only in India. മലപ്പുറത്ത് ഇപ്പൊ നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണെങ്കിൽ അങ്ങ് അഹമ്മദാബാദിൽ നടക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മേള അഥവാ കുംഭമേള. ഫെബ്രുവരി 21 വരെയാണ് മേളയുള്ളത്. 12 വർഷത്തിനു ശേഷം 10 കോടി പേര് അവിടെ വന്ന് കുളിക്കും എന്നാണ് കേൾക്കുന്നത്. എന്നുള്ള കുളി പോലുള്ള കുളിയല്ല ഈ കുളി. ഗംഗാനദിയിൽ മുങ്ങിയുള്ള ഈ കുളിയിലൂടെ അതുവരെ ചെയ്ത പാപങ്ങളൊക്കെ തീരുവത്രേ. അതുകൊണ്ട് തന്നെ ഈ കുളിയുടെ പേരിൽ അവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ദാ ഇതുപോലെ. ഓം എന്തായാലും കുംഭമേളയിൽ മുങ്ങുന്നത് 10 കോടിയാണെങ്കിൽ കുംഭകോണങ്ങളിൽ മുങ്ങുന്നത് എത്രയോ കോടികളാ. അങ്ങനെ മുക്കുന്നവരെയൊക്കെ പൊക്കാൻ ഇനി ഒരു ടോൾ ഫ്രീ നമ്പർ ഇന്ത്യ ഒട്ടാകെ വരാൻ പോകുകയാണ്. കേരളത്തിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. കേരളത്തിലുള്ളവർക്ക് കറപ്ഷൻ കണ്ടാൽ കറക്കാനുള്ള ആ നമ്പർ നോട്ട് ചെയ്തോളൂ. 8592900900. ഇനി ഈ നമ്പർ മുങ്ങാതിരുന്നാ മതിയായിരുന്നു. It happens only in India. Happening only on Club FM, Kerala's favorite FM station with ton കണക്കിന് fun. This is your RJ Dos Pooja with you. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ തടയാൻ പുതിയ സ്ത്രീ സംരക്ഷണ ബില്ല് പാസ്സായി. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ബസ്സുകളിലും ട്രെയിനുകളിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ സ്ത്രീകളെ തൊട്ട് തലോടലും കമന്റ് അടിയും ഒക്കെ പതിവാക്കിയ പൂവാലന്മാർക്ക് ഇനി ഡ്യൂട്ടിയിൽ നിന്ന് റിട്ടയർ ചെയ്യാം. ക്യൂക്കി പിടിക്കപ്പെട്ടാലേ ശിക്ഷ 7 വർഷമാണ്. കുറ്റത്തിന്റെ വലുപ്പമനുസരിച്ച് ശിക്ഷയുടെ ഘനവും കൂടും. പക്ഷേ ഈ ശിക്ഷകളുടെ പ്രഖ്യാപനം കൊണ്ട് ലേഡീസ് ഹാപ്പിയാണോ? അത് നല്ലതല്ലേ? അത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സുരക്ഷിതമായ ഒരു കാര്യമല്ലേ? എന്തായാലും തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. തടവല്ല, ആ സമയത്ത് ശിക്ഷ കൊടുക്കണം. പുരുഷന്മാരെ നിങ്ങൾക്കൊന്നും പറയാനില്ലയോ? അത് എല്ലാവർക്കും പോകണമെന്നായി പറയുന്നത്. പെൺകുട്ടിക്ക് ഇങ്ങോട്ടും പോകണോ അങ്ങോട്ടും പോകണം. ഇത് ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ അടി. പക്ഷേ സ്ത്രീകളോട് അതിക്രമം കാണിച്ചാൽ ജയിലിൽ ഗോതമ്പുണ്ടെന്ന് കിടക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല. അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും, അതേ മട്ടനും ചിക്കനും. പിന്നെ പച്ചക്കറി കൃഷി, ചപ്പാത്തി മേക്കിംഗ്, ഇങ്ങനെ ഡെയിലി 100 രൂപ സമ്പാദ്യം. ചുരുക്കി പറഞ്ഞാലേ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വിത്ത് സാലറി. അപ്പോ 7 കൊല്ലം കഴിഞ്ഞ് ഗൾഫുകാരനെ പോലെ തടിച്ച് കൊഴുത്ത് സുന്ദര കുട്ടപ്പനായി നാട്ടിലേക്ക് തിരിച്ചു വരാം. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. It happens only in India. സംസ്ഥാന യുവജനോത്സവം കഴിയാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. പക്ഷെ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയുടെ ഇന്നത്തെ ടൈം ഏകദേശം കഴിഞ്ഞെന്ന് തന്നെ പറയാം. പക്ഷെ കർട്ടൻ വീഴും മുമ്പ് ഒരു ചെറിയ ഓർമ്മ പരിശോധന നടത്തട്ടെ. 2012 ഡിസംബർ 16 പ്രത്യേകത എന്ത്? അന്നല്ലേ ബോംബെ സ്ഫോടനം? അറിയില്ല, ഒന്നും കിട്ടുന്നില്ലല്ലോ. അറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. വിജയ് സിനിമയിലെത്തിയിട്ട് 20 കൊല്ലം. ഡിസംബർ 16. അയ്യോ. അപ്പൊ ഓർമ്മ പരിശോധന ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിരുന്നെങ്കിൽ ഇന്ത്യ മൊത്തം തോറ്റേനെ. എന്തൊക്കെയായിരുന്നു പ്രതിഷേധ സമരങ്ങൾ, റാലികൾ, ഫേസ്ബുക്കിൽ കറുത്ത ഡോട്ടുകൾ. എന്നിട്ടോ 1 മാസം കഴിഞ്ഞ് ജനുവരി 16 ആയപ്പോഴേക്കും ഡിസംബർ 16 ഡൽഹിയിൽ നടന്ന ആ മോസ്റ്റ് പെയിൻഫുൾ ഇൻസിഡന്റ് എല്ലാവരും മറന്നു. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ, റൈറ്റ്? പുതിയ കലാപ്രകടനങ്ങൾക്കായി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. ഇപ്പൊ തൽക്കാലം ദിസ് ഇസ് പൂജ കർട്ടൻ ഇടാൻ പോകുന്നു. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യക്ക്.